എൻ്റെ പേര് ഷൈല ആൻ്റണി. ഞാൻ വൈക്കം ഉല്ലല റോസ്പുരം ദേവാലയത്തിലെ ഇടവകാംഗമാണ്. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഫെബ്രുവരി 23 ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു സഹോദരി ഫ്രണ്ടിന് വേണ്ടിയാണ്. അവൾക്ക് ഒരു ഭവനം പരിശുദ്ധ അമ്മ മാതാവും തിരുക്കുമാരനും വഴി ലഭിച്ച അതിനുവേണ്ടി നന്ദി പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പ്രിയ എന്നാണ്. ആ മോൾക്ക് ഉടമ്പടി എടുത്തിട്ട് അത് 2018 ഉടമ്പടി എടുത്തെങ്കിലും അത് പുതുക്കുവാനോ അത് തുടർന്ന് നിവർത്തിക്കാനോ സാധിച്ചില്ല. എപ്പോഴും പറയുമായിരുന്നു, മാതാപിതാക്കന്മാർ രോഗികളായതുകൊണ്ടും കുഞ്ഞുങ്ങൾ ചെറുതായതുകൊണ്ടും ചേച്ചി എനിക്ക് ഉടമ്പടി എടുത്തിട്ടൊന്നും പുതുക്കാൻ പറ്റണില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മയോടും ഈശോയോടും. എനിക്കിത് പുതുക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് സാധിക്കണില്ല, ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പല പ്രാവശ്യവും ഞാൻ അവരുടെ വീട്ടിൽ അമ്മേനെയും അപ്പനെയും കാണാൻ പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ടും അതിനൊരു ഫലം കാണാതിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഒക്ടോബർ മാസത്തിൽ എഴുതി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 6 മാസം കൊണ്ട് അമ്മ വീടിൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കി. ആ ഭവനത്തിൻ്റെ പണി ഒക്ടോബർ തുടങ്ങി. ആ നിമിഷം മുതൽ ഞാൻ അതിൽ പാസ് ചെയ്യുമ്പോൾ എപ്പോഴും മുല്ലപ്പൂവിൻ്റെ ഗന്ധമായിരുന്നു ആ വീടിന് ചുറ്റും. ഞാനത് മോളോട് പറയുമായിരുന്നു, അമ്മ ഇവിടെ വരുന്നുണ്ട്, നമ്മുടെ കാര്യം എത്രയും പെട്ടെന്ന് നടത്തിത്തരും, മോള് നന്നായി പ്രാർത്ഥിച്ചോണം എന്ന് പറയുമായിരുന്നു. അതിൻ്റെ ഫലമായി ആ ഭവനം ഈ ഏപ്രിൽ 20 കയറി താമസിക്കുകയാണ്. പിന്നെ എനിക്ക് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയാനുള്ളത്, എനിക്കൊരു സ്ഥിരമായൊരു ജോലിയില്ലായിരുന്നു. അമ്മ മാതാവ് ഈശോയും എനിക്കൊരു സ്ഥിരമായ വരുമാനം ചെറുതാണെങ്കിലും കാണിച്ചു തന്നു. അതിനുവേണ്ടി ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, എന്നാൽ കഴിയുന്ന വിധത്തിൽ സ്ഥിരമായ വരുമാന മാർഗ്ഗം ഇല്ലെങ്കിലും ഞാൻ 2023 ഉടമ്പടി എടുത്തത് മുതൽ എനിക്ക് കഴിയാവുന്ന വിധത്തിൽ പാവങ്ങളെ ഞാൻ സഹായിക്കുമായിരുന്നു. എൻ്റെ നേരെ കാര്യം കൈ നീട്ടിയാലും അവർക്ക് ചിലപ്പോൾ കുറവാണെങ്കിലും ഞാൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഈ ഉടമ്പടി എൻ്റെ മരണം വരെ പാലിക്കണമെന്നാണ്, ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കയ്യിലില്ലെങ്കിലും എങ്ങനെയെങ്കിലും എനിക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യണം, അതിനുവേണ്ടി എനിക്ക് അമ്മ ഒരു ജോലി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ചെറിയ വരുമാനത്തിലാണെങ്കിലും അമ്മ എന്നെ സഹായിച്ചു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് എല്ലാ മാസവും വന്ന് പത്രം മേടിച്ചിട്ട് ബസ് സ്റ്റാൻഡുകളിലും വീടുകളിലുമായി അമ്മയെ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ കാണിച്ചു തരുന്ന വ്യക്തികൾക്ക് മാത്രമേ ഞാൻ ഇത് കൊടുക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അതുപോലെ ഓരോരുത്തരോടും അമ്മയെക്കുറിച്ച് എന്നാൽ കഴിയുന്ന വിധത്തിൽ പറഞ്ഞ് ഓരോ കാര്യങ്ങളും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്, ഇത് നിങ്ങളിത് കൊണ്ടുപോയി വായിച്ച് അവിടെ പോയി അമ്മയെടുത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളും സാധിക്കും, ആത്മീയമായി ഈശോയെ അമ്മയെ അനുഭവിച്ചറിയുവാനും സാധിക്കുമെന്ന് അവരോടും ഞാൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ 2023 ഫെബ്രുവരിയിൽ ഞാൻ ഉടമ്പടി എടുത്ത ഈ നിമിഷം മുതൽ എനിക്ക് ഉടമ്പടി മുടങ്ങാതെ എനിക്ക് അത് പുതുക്കുവാൻ സാധിക്കുന്നു. അത് തന്നെ ദൈവം എന്നെ അനുഗ്രഹിച്ച ഏറ്റവും വലിയ സാക്ഷ്യമാണ്. എനിക്ക് മരണം വരെ ഈശോയെ അമ്മയെ ഇല്ലാതെ ജീവിക്കാൻ പറ്റിയാൽ, അതുകൊണ്ട് എനിക്ക് ഇനിയും അമ്മയുടെ സാക്ഷിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17-ാം തിരുവചനം, നിങ്ങളുടെ ബലിയുടെയും വിശ്വാസത്തിൽ നിന്നുള്ള ശുശ്രൂഷയുടെയും മേൽ ഒരു നൈവേദ്യമായി എൻ്റെ ജീവൻ ചൊരിയേണ്ടി വന്നാൽ തന്നെയും ഞാൻ അതിൽ സന്തോഷിക്കുകയും നിങ്ങളെല്ലാവരോടും കൂടെ ആനന്ദിക്കുകയും ചെയ്യും. ഷൈല എന്ന മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് ഒരു വലിയ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ചെയ്യുന്നവർ അവരുടെ സ്വാർത്ഥതകളെല്ലാം മാറ്റി ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന് ഈശോയ്ക്ക് തോന്നത്തക്ക വിധം ഒരു പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ചെയ്യുമ്പോഴാണ് ഉടമ്പടി ജീവിക്കുന്നുവെന്ന് മറ്റുള്ളവർക്കും തനിക്ക് തന്നെയും ദൈവത്തിന് തന്നെയും തോന്നുന്നതെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. കുരിശിൻ്റെ വഴിയിൽ വായിച്ചെടുക്കുന്നത് പോലെ സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമല്ലെന്ന് അവിടുന്ന് കുരിശിൽ മരിച്ചുകൊണ്ട് തൻ്റെ ജീവൻ വെടിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി കുരിശ് ചുമന്നുകൊണ്ട് മറ്റു പാപികളോട് ക്ഷമിച്ചുകൊണ്ടെല്ലാം ആ സ്നേഹം ഈശോ വെളിപ്പെടുത്തിയതായി നാം മനസ്സിലാക്കുന്നതാണ് ഒരു നല്ല ക്രിസ്തീയ ജീവിതം, ക്രിസ്തുവിൻ്റെ ജീവിതം. ഇവിടെ ഷൈല ചെയ്ത ഒരു വലിയ ത്യാഗത്തിൻ്റെ വിലയാണ് കൂട്ടുകാരിക്ക് വേണ്ടിയുള്ള ആ വീടിൻ്റെ പണി പൂർത്തിയാകാൻ താൻ തന്നെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവുമാണ്.
പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അമ്മ തന്നെ ഈ വീട് പണി പൂർത്തിയാക്കണമെന്ന് പ്രാർത്ഥിച്ച് ആ റോട്ടിലൂടെ പാസ് ചെയ്യുമ്പോഴും ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴുമെല്ലാം രോഗികളായി കഴിയുന്ന ആ കുടുംബത്തിൽ ആ ശൈല കയറി ചെല്ലുമ്പോഴെല്ലാം മുല്ലപ്പൂവിൻ്റെ നല്ല സുഗന്ധാഭിഷേകം നൽകി അമ്മയുടെ സാമീപ്യം അറിയിക്കുന്നതായി ശൈല ഇവിടെ ഏറ്റുപറയുകയാണ്. ഏതെല്ലാം പ്രതിസന്ധികളുണ്ടായാലും ഇനി ഞാൻ ഉടമ്പടിയിൽ നിന്ന് ഒരിക്കലും വഴിമാറുകയില്ല. ഉടമ്പടിയാണ് എന്നെ എൻ്റെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്നത്. എനിക്ക് തുച്ഛമായി കിട്ടുന്ന എത്രയും ചെറിയ വരുമാനമായാൽ അതിൽ നിന്നെല്ലാം ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുവെന്ന് വളരെ അഭിമാനപൂർവ്വം പറയുവാനും അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരിയെ എപ്പോഴും സ്നേഹിക്കുവാനും ആശ്വസിപ്പിക്കാനും ഈശോ പറയുന്ന ആ കൽപ്പന, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ കൂടി സ്നേഹിക്കുക എന്ന വലിയ കൽപ്പന പാലിക്കുവാനുള്ള ഒരു വലിയ കൃപയാണെന്ന് ശൈലയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 6 മാസത്തിനുള്ളിൽ അവരുടെ വീട് പണി പൂർത്തിയാക്കി അവർക്ക് വീട്ടിലേക്ക് കയറി താമസിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതിനായി ഇവിടെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ താൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി ഈശോ നൽകി അനുഗ്രഹിച്ചതിനും ശൈല ഇവിടെ നന്ദി പറയുകയാണ്. വിശ്വാസ പ്രഖ്യാപനത്തോടൊപ്പം വളരെ കാര്യമായി സ്നേഹത്തോടെ കരുണയോടെ ദിവ്യബലിയിൽ പങ്കുകൊള്ളുവാനും ഈശോയെ കൈമാറുവാനും വിശ്വാസ പ്രഖ്യാപനം നടത്തുവാനും ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സ്നേഹത്തിൻ്റെയും സ്നേഹിതരുടെയും ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നത്. നമ്മുടെ സ്നേഹം ലോകം അറിയട്ടെ, നാം ഈശോയെ സ്നേഹിക്കുന്നുവെന്നും ഈശോ നമ്മെ സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയട്ടെ എന്നുള്ളൊരു വിശ്വാസ പ്രഖ്യാപനം കൂടിയാണിത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ശൈലയ്ക്കും പ്രിയയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.